ഇപ്പം മഴയാന്നുള്ള കാര്യം പ്രത്യേകിച്ച് രാവിലെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നും അങ്ങനെ തന്നെ. ഈ മഴ നിന്ന് പെയ്യാതിരുന്നാൽ പറഞ്ഞാൽ മതി. ഈ ഒരു കാലാവസ്ഥ പക്ഷേ രാവിലെ കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. എഴുന്നേക്കാൻ തോന്നില്ല. ഞാൻ പിന്നെ പണിയുള്ളതുകൊണ്ട്, എഡിറ്റിങ്ങും പരിപാടി ഉള്ളതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് അങ്ങനെ എഴുന്നേറ്റ് പോകും. ഇവിടെ ഇട്ടിരുന്ന പ്ലാസ്റ്റിക്കിൽ മറ്റേ ഒരു നെറ്റ് ഇട്ടിരുന്നില്ല, അവിടുത്തെ മാറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വീണ് ആ നിലമൊക്കെ ഒന്ന് ലെവലാകാൻ വേണ്ടിയാണ്. അത് കഴിയുമ്പം ചെറിയ പരിപാടിയുണ്ട്, ഒന്ന് ലെവലായി കിട്ടില്ല. അല്ലെങ്കിൽ നമ്മളത് പാടാം ലെവലാക്കണം. ഈ ഭാഗത്ത് കുറച്ച് വെള്ളം വീഴുന്നുണ്ടായിരുന്നു, അത് ഒരുവിധം ശരിയാക്കി കുറച്ച് ഷീറ്റൊക്കെ വെച്ച് തൽക്കാലത്തേന്. ചെറിയ രീതിയിൽ തുടങ്ങിയ മഴ എപ്പോഴാണോ പെട്ടെന്ന് ഭയങ്കര ശക്തിയായി. അറിയത്തില്ല, കടിച്ചതാണോ സന്ധിവാദമാണെന്ന് എന്റെ മനസ്സിലാക്കണം. കുന്തിദേവി കുറച്ചു നേരമായിട്ട് തെളിഞ്ഞു നിൽക്കുമായിരുന്നു. വീണ്ടും ചെറിയൊരു മൂടൽ വരുന്നുണ്ട്. ഇന്നതിന് ഒരുങ്ങി പോകാൻ നോക്കണി പേട്ടെന്ന്. ഒന്ന് കേറിയിട്ട് ചെളി പറ്റിയതാ. എനിക്ക് ദേഷ്യം വന്നായിട്ട് ചെറിയാലോ. അറിയാലോ, അറിയാവോ? കൊച്ചിനെ നോക്കണം അത്ര തന്നെ. കൊച്ചിനെയോ? പിന്നെ വലിയതിനെ നോക്കാൻ പറ്റും. ചോളോടെ കൂടെ എടുക്കും. വന്നപ്പോഴേക്കും എന്തൊക്കെയോ അവളെ കീറി പറിച്ചിട്ട് അവർക്ക് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? എന്റർടൈൻമെന്റ് എടുത്തു. അപ്പാടെ സാധനം കൊടുത്തിട്ട് ടാബോ ഫോണോ ക്യാമറ ഒക്കെ കൊടുത്ത് പഠിപ്പിച്ചു പോവാ. എടുക്കണോ? എടി ഇവിടെ എടുത്തോണ്ട് പോകണോ? നടന്നു പോടി. ഇത്ര പ്രായമല്ലേ എന്നൊക്കെ. ആ ശാംഭവിയെ പോലും എടുക്കുന്നില്ല പാവം. ആ പറഞ്ഞോ, എനിക്കറിയാം. അതെന്തോ പറയാൻ വന്നല്ലേ. എന്നായിരുന്നു? ആ ക്രോക്കോ? ആർക്ക്? ഇതൊക്കെ ഈയിടെ 2 മേടിച്ചിട്ട് എത്ര നാളായി? ആ അത് പിഞ്ചും. കാരണം അത് വെളിയിലിടാൻ വേണ്ടിയല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവക്കെ വില ഇരുമ്പിന്റെ വില സാധനം ഉണ്ടെങ്കിൽ മേടിച്ചാൽ അല്ലേ. മേടിക്കണ്ട, ഒന്നും മേടിക്കണ്ട ഇവക്കെ തൽക്കാലം കേട്ടോ. ചുമ്മാ കൊണ്ടുപോയി മേടിച്ചോണ്ട് വന്നിച്ച് വെറുതെ വെള്ളത്തിൽ ഇട്ട് കളയുക. ഇന്നലെ ആ മഴയത്ത് കിടക്കുന്നുണ്ട് ഒരെണ്ണം 2 കഴുകാനിട്ടാന്ന്. ആ ഒരു കൂവ ഞാൻ വല്ല പറയും പൊക്കോ. ചുമ്മാ 2, 3, 4 ഉണ്ടായിക്കോട്ടെ. ഞാൻ സൂക്ഷിച്ചു വെക്കണോടി, സൂക്ഷിച്ചാ. വേദന വരും നിനക്കൊക്കെ. എന്റെ കൂടെ ഒരു മടിച്ച് മകളില്ലേ, അവളോട് പറ. അല്ലെന്നേ
ഒരു മനുഷ്യന് വയ്യായി ഒരു പരിപാടി ചെയ്യാതെ ചുമ്മാ അതെ രാവിലെ ഒന്ന് മിറ്റം നോക്കാൻ പറഞ്ഞിട്ട് പോലും തൂത്തില്ല അതിനകത്ത് തേരെ പരാണപ്പുണ്ടായിരുന്നു എഴുന്നേറ്റിരുന്നു 9:30 10 ഇവിടെയൊക്കെ എന്നത്തിന് പഠിക്കാൻ പോകുന്നത് ഈ 10ാം ക്ലാസ് വരെ പഠിച്ചത് തന്നെ ധാരാളം മതി കേട്ടോ. ആ പൊക്കോ ഓടി കൂട്ടി പൊക്കെ പൊക്കെ കൂട്ടി പിന്നെ മര്യാദയ്ക്ക് ഇരിക്കാൻ പറയാം കൂട്ടിപ്പോ കൂട്ടി ഓട് പൊക്കോ പോയിക്കാ കൂട്ടി അഴിച്ചു വിട്ടേക്കാൻ മഴയൊക്കെ അല്ലേ ഇതിലെങ്ങാനും നടന്നോട്ടെ എന്ന് വെക്കുമ്പോൾ അഹങ്കാരം. ആ നിന്റെ കയ്യിലൊക്കെ ഒപ്പിടിച്ചായിരുന്നോ? ആ പകുതി പരിപാടിയും ചെയ്യത്തില്ല അങ്ങ് പോകും വെളിവും വെക്കാണോ ഇല്ലാത്ത ആ പിന്നെ ഇതന്നെ പിന്നെ മഷി കയ്യിൽ ഉപ്പിട്ടതാ. ആ ഇതിനെന്നാ ഉപ്പ്. ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്യാൻ ഇന്നത്തെ ബാഗിൽ പോയ പൈസ എടുക്കണ്ടേ? എടുപ്പതാ ബാങ്കിലോ? ആ ഇവിടെയാണോ എന്നൊക്കെ പോയാ നീ പോരെ. ആ വിളമ്പ പിന്നെ ഇന്നൊരു പണി കിട്ടി. എന്നാന്നറിയോ കോഴിക്കൂട്ടിനകത്ത് കീരി കയറിയെന്ന്. കോഴീനെ ഒന്നും പിടിച്ചില്ല വലുതായതുകൊണ്ടായിരിക്കും. കുഞ്ഞു കീരികളാണ്. അമ്മമാർ വന്ന് മുട്ട എടുത്ത് തിന്നു. ഇന്നലെ മുട്ട എടുത്തായിരുന്നു. അപ്പം 2 മുട്ട കിടപ്പുള്ളായിരുന്നു. ആ 2 ഒരെണ്ണം തിന്നു, ഒരെണ്ണത്തിൻ്റെ പകുതി ശകലം തിന്നു പൊട്ടിച്ച്. അപ്പോഴത്തേനും ഞാൻ കണ്ടുകൊണ്ട് വിട്ടുപോയി. അടുത്ത് പിന്നെ പട്ടിക്ക് കൊടുത്തു ബാക്കി മുട്ട. അമ്മമാർ ഒരുത്തരം നോക്കിയെ ആ കോഴിക്കൂടിൻ്റെ അങ്ങോട്ട് കെട്ടി. എന്നുവെച്ചാൽ ഇനി അമ്മമാർ വരാൻ സാധ്യതയുണ്ട്. അതിലെല്ലാം കിടന്ന് കറങ്ങുന്നുണ്ട്. ആ അച്ചാറോ? അച്ചാർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. അതുകൊണ്ടേ കുറച്ചു നേരമായിട്ട് ഞാൻ അവിടെ കുറച്ച് പണിയായിരുന്നു. അതാണ് ഞാൻ വിളിച്ചിട്ട് വരാൻ. ചുമ്മാ അരമ്പുണ്ടാക്കും. എന്നാ ആരെയാ നിനക്ക് കാണണ്ടേ? ആരെ എന്നാന്ന് പറ. ആരെയാ 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 കാണണ്ടേ? ഗിരീഷ് അമ്പാടിയോ? അതെയോ? ഇന്നലെ രാത്രിയിൽ നീ കണ്ടതല്ലേ? നീ ഇന്നലെ പറഞ്ഞല്ലോ എന്നെ ഗിരീഷ് അമ്പാടിയെ കാണിക്കണം എന്ന് പറഞ്ഞ്. ഇന്നലെ രാത്രി ഫോട്ടോ കാണിച്ചു. പിന്നെ നിനക്ക് ഇന്ന് പിന്നെ ആ അതിന് കഴിച്ചു. ആ കണ്ണാടിയൊക്കെ വെക്കും ഇടയ്ക്കിടയ്ക്ക്. ഗിരീഷ് അമ്പാടിയെ കാണണമെന്ന് ഇടയ്ക്കിടയ്ക്ക് അത് ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി. സ്ഥലം എവിടെയാ നിനക്കറിയാവോ? നീ പറ. ഉണ്ടൊക്കെയൊന്നുമല്ല. ആ നിനക്കറിയത്തില്ലല്ലേ? ആ വേണം ഓർത്തിരിക്കും. പറയത്തില്ല. ഗിരീഷ് അമ്പാടിയുടെ ഫോണേ കറണ്ടില്ലാതെ ചാർജ് തീർന്നു പോയെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടായിരുന്നു. വിളിക്കാനൊക്കെ വിളിച്ചാൽ കിട്ടത്തില്ല ചിലപ്പം. 2% ഉള്ളതാണ് പറഞ്ഞത്. വീഡിയോ കോളോ വിളിച്ചാൽ 2% കൂടെ പോകും. ഫോൺ ശരിയായി കഴിയുമ്പോൾ നമുക്ക് വിളിക്കാം കേട്ടോ.
നോക്കിയാലോ ഹലോ ആ എന്നാണ്ട് വിവരമൊന്നുമില്ലല്ലോ. അമ്മ ഞാൻ ചോറിന് എന്നിട്ട് കൊറോണ ആ കൊറോണ ഒക്കെയാന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഓർത്ത് നീ ഞാൻ ചോറിന് ഞാൻ ചോറിന് എന്നാക്കെയാ തലവേദന ജലദോഷം എന്നാക്കെയാ ആ ജലദോഷം മഴ നനഞ്ഞതിൻ്റെയാ. മറ്റേ തലയ്ക്കകത്ത് വേദനയോ? തലവേദന പനിയുടെ തലവേദന വന്നു. പനി എന്നാത്തിൻ്റെയാ? പനി എന്നാത്തിൻ്റെയാ? എല്ലാവർക്കും പനിയും ജലദോഷവും ഒക്കെ എപ്പോഴും വരുന്നല്ലേ. അതുകൊണ്ടാ. എന്നിട്ട് ജയ ഇവിടെ പറഞ്ഞു കിടക്കുന്ന കൊറോണയാന്നാ. ആ ജയക്കത് കൊറോണയാ. അത് ജയ എവിടെ പോയി കൊണ്ടുവന്നായിരിക്കുമല്ലോ ആദ്യം. അവിടെ ഇങ്ങനെ നടക്കല്ലേ. ആ ജയക്കല്ല ശ്യാമളമ്മയ്ക്ക് കൊറോണയാന്നാ ജയ പറഞ്ഞേ. എനിക്കോ? ആ എനിക്ക് കൊറോണ ഞാൻ പറഞ്ഞല്ലോ നാളെ അങ്ങോട്ടോ. കൊറോണ അല്ലേ? കൊറോണ ആണെങ്കിൽ ഞാൻ വരണ്ടല്ലോ. അല്ല ആണെന്ന് പറയുക. എനിക്കറിയത്തില്ല ആണോ അല്ലേ ഒന്ന്. എനിക്ക് കൊറോണ അല്ലേ നോക്കിയായിരുന്നോ? നോക്കാൻ എനിക്ക് പനിയൊക്കെ കുറഞ്ഞു. എനിക്കിപ്പോ ഇപ്പൊ എന്നാ വിഷയം? അപ്പം എനിക്ക് ശ്വാസം മുട്ടലുണ്ടല്ലോ. രാത്രി പനി ഉണ്ടായിരുന്നു. ഇത്ര വർത്താനം വന്നിട്ട് ശ്വാസം മുട്ടൽ പോലെ വരുന്നുണ്ടല്ലോ. ഇപ്പോഴോ? മറ്റേ എത്ര നാളുണ്ട് ചുമ തുടങ്ങി. ഞാൻ ചുമയുടെ എന്നാടി ഉണ്ട്. നീ പറഞ്ഞാൽ മതി കേട്ടോ. കൊറോണ ഒന്നും അല്ലെന്നാ പറയുന്നത് കേട്ടോ. ഒരു മാസം മേലായിട്ടോ. ഹലോ ഞാൻ ചോറിന് വാ. ചോറുന്നാണോ? അമ്മ ഇവിടെ എന്താ ഉണ്ടാക്കിയ? കഞ്ഞി പരിപ്പും. കഞ്ഞിയും പഠിക്കുന്നു. ചേട്ടാച്ചിയാ കഞ്ഞി കുടിച്ചിട്ട് പോയി ജോലിക്ക് പോയി. പൈസ മോനെന്നാ കറിയല്ല? വൻപയറോ? രാവിലെ പോയതാ ബാങ്കില് പൈസ എടുക്കാൻ. ആദ്യത്തും കൂടെ പോയി. അവരൊക്കെ ബാങ്കില് പൈസ എടുക്കാൻ പോവാ. ബാങ്കില് പൈസ എടുക്കാൻ പോയി. ഇത് പൈസ എടുക്കാനൊന്നുമല്ല, നിന്റെ അക്കൗണ്ട് ശരിയാക്കാൻ പോയതാ. എന്റെ അക്കൗണ്ട് ശരിയാക്കാൻ പോയതാ. ബാങ്കിൽ പോയി കേട്ടോ. ഹലോ കേൾക്കുന്നില്ല? ഹലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും. ആ പോട്ടെ. ഗിരീഷ് അമ്പാടി വിളിക്കാം. അടി ഫോണില്ലത്. ഗിരീഷ് അമ്പാടിയുടെ ഫോൺ പോയെന്ന്. വിളിക്കപ്പേ അപ്പ ഗിരീഷ് അമ്പാടിനെ വിളിക്കുവോ? അപ്പേ ഗിരീഷ് അമ്പാടി വിളിക്കേ. സ്വിച്ച് ഓഫ്. ചാർജ് അവിടെ എല്ലാം മഴ പെയ്ത് ഇടിയെല്ലാം അല്ല മരമെല്ലാം വീണ് കരണ്ടൊക്കെ പോയതുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല ഞാൻ അടച്ചില്ലായിരുന്നോ? കോഴിയൊക്കെ ഇല്ല ചാടി നടക്കണം. ചേട്ടാ പോടാ. ഓ മഴയേ.
ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുമായിരുന്നു ഞാൻ നോക്കുമ്പോൾ കീരി. എന്നിട്ട് കുറേ നേരം ഇതിലെല്ലാം കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ ടേസ്റ്റ് പിടിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ഇവനെ ഇങ്ങോട്ട് മാറ്റി. വരുന്നുണ്ടോ സിംബ? സിംബ വാ, സിംബ വാ ഇവിടെ. സാറ് ചെറു ഉള്ള വാങ്ക. വെയിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പം കണ്ടോ, മഴയുണ്ട് വെയിലുമുണ്ട്. എന്നാ വാ വരുവാ, എന്നാ ആ വരുവാ. വെയിൽ വെയിൽ വെയിൽ, സൂപ്പർ വെയിൽ. എത്ര ദിവസം കൂടിയാണെന്നറിയാം സൂര്യനെ കാണുന്നത്. സൂര്യൻ എന്തി ഇവിടെ കണ്ടുണ്ട്. പക്ഷേ സൂര്യനൊക്കെ വളരെ ഈ പിന്നെ മഴക്കാരന് ഇടയിൽ കൂടെ ഒക്കെയാണ്. ഒരു ഓട്ടോറിക്ഷ വന്നല്ലോ. ആരാന്നറിയത്തില്ലടി, ജയാണോന്ന് തോന്നുന്നു, നോക്കാം. ശരിയാണ്. ജയ ജയ എന്നാ അയ്യോ പിന്നെ എന്നാന്ന് വിചാരിച്ചേ? ഇതിന് മൊത്തം അരി മേടിക്കാന്ന്. ശ്യാമളയുടെയൊക്കെ അരിയോ? അരി മേടിച്ചില്ലേ റേഷൻ കടയിൽ നിന്ന്? മേടിച്ചാണോ നമ്മള്? പിന്നല്ല, ഒരു മാസം ഒരു തവണ നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരി കിട്ടത്തുള്ളൂ. ആണോ? ഇത് കണ്ടല്ലോ, ഒരു രക്ഷയില്ല. കൂടിന്ന് വെച്ചാൽ വേദന എടുത്തിട്ട് എനിക്ക് വരും. നീ വല്ല കുളവീനെ കടിച്ചു കാണോ? നിന്നെ കടിച്ചതല്ല, അറിയത്തില്ല. എന്നെ ഞാൻ അറിയാതെ എന്നാ കടിക്കാനാ. അതാ പറഞ്ഞേ. പിന്നെ എങ്ങനെ നീര് വെക്കുന്ന കയ്യെ? എട്ടുകാരി ചത്തു പോയി കാണും. ഞാനല്ലല്ലോ നീ, നിന്റെ അത്രയും വിഷം എനിക്കില്ലല്ലോ. ഒന്നും മേടിച്ചില്ല. എന്തിനാ മേടിക്കുന്നത്? മേടിക്കാൻ പോയതല്ലല്ലോ. പാലായിലോ? എന്നാ 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 കുറച്ച് കുറയ്ക്കേ കുറയ്ക്കടാ. ആ കുറയ്ക്കാൻ ആ കുറയ്ക്കേ കുറയ്ക്കേ അങ്ങനെ കുറയ്ക്കേ. ജയൊക്കെ വന്നാൽ കണ്ടില്ലേ, വെറുതെക്കാരാ. കുറയ്ക്കേ. ഒത്തിരി കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ചെറുതായിട്ട് കൈകാര്യം ചെയ്തില്ലേ? വെറുതെ അല്ല നിന്റെ കയ്യ് നീര് വെച്ച്. എനിക്ക് അല്ലെങ്കിലും ഒന്നും ചെയ്യല്ലേ, എന്നും ചെയ്യല്ലേ. അയ്യോ ഉദരം ചെയ്യല്ലേ. അവിടെ ഇരിക്കടാ, ഇരി അവിടെ ഇരിക്കേ. ഒന്നും മേടിച്ചില്ലടി. കൊറേ ആളെടുത്ത് മാറ്റി പാലെടുത്ത് മാറ്റി വെക്കാം. നാരായണീനെ പേടിച്ചിരിക്കുന്നേ. നാരായണക്ക് ഇപ്പഴാ മനസ്സിലായ. ഇവിടെ വരുമ്പോ അമ്മ എന്നാ താമസിച്ചിരിക്കുകയല്ലേ. ഇപ്പൊ മനസ്സിലായി പോസ്റ്റർ ഉണ്ടാകുന്നത്. എന്താണ് പോസ്റ്റ്? ഇവിടുന്നൊന്നും ഒരിക്കലും ഉണ്ടാവുന്ന നമ്മുടെ കോഴിക്കോട്ട് ഇത് ഇവൻ വന്നെന്ന് കീരി. അപ്പൊ ആരാണ് മുട്ട കൊണ്ടുവന്ന ആള്? മുട്ട കൊണ്ടുപോയില്ല, മുട്ട ആദ്യമായിട്ട് വരും അവൻ. കണ്ടു പറഞ്ഞു കീരി. ഞാൻ ആദ്യമായിട്ടാണ് പറയാം. നിങ്ങളുടെ മുട്ട ഒന്നും ഞാൻ ഇവൻ ഒരുത്തൻ വന്നിട്ട് ഒരു 2 മുട്ട അതിനകത്ത് ഉണ്ടായിരുന്നുള്ളല്ലോ. ഒരു മുട്ട തിന്നു, ഒരു മുട്ട പകുതി തിന്നുള്ളൂ. അപ്പത്തേനും ഞാൻ പിടിച്ചല്ല, എന്നെ കണ്ട് ഓടി. എന്നിട്ട് പറയുന്നത് മൊത്തം കേക്ക്. എന്നിട്ട് അവൻ വിട്ടുപോയി കഴിഞ്ഞ്
പിന്നെ അവിടെ കിടന്ന് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഒരു 3-4 എണ്ണത്തിനെ കൂട്ടിക്കൊണ്ട് വന്നു. ആദ്യം ഒരെണ്ണം ഉള്ളായിരുന്നു. അപ്പൊ ഉമ്മാര് സ്ഥിരം വരുന്നതാണോ? ആദ്യമായിട്ട് വന്നാ ചിറ്റപ്പനും കൊച്ചനും എല്ലാം കൂടെ ഇത്രയും മുട്ട എല്ലാം അവിടെ കാണേണ്ടതെന്ന് ഞാനൊരു 150 ഇനിയിപ്പോ വന്നോണ്ടിരിക്കും. ഇനി വരും. ഞാൻ മുട്ട മാറ്റി കൊണ്ട് എനിക്കറിയാമല്ലോ. പിന്നെ സിംബായെ കൊണ്ടായി അല്ല റോക്കിയെ കൊണ്ടതിന്റെ ചോട്ടി കെട്ടിയിട്ടു. റോക്കിയൊക്കെ ആരാ മോൻ? റോക്കിയുടെ പണ്ടേ കൂടെ കയറി പോകണം. അത് നോക്കാം. 1-2 പ്രാവശ്യം അവൻ കലിപ്പാവില്ല ജോക്ക്. അല്ലെ ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ വേണം. ഇവനവന്റെ പുറകെ ഓടി. ഞങ്ങൾക്ക് തരാതെ വെച്ചിരുന്നല്ലേ. നീ തിന്നിട്ടില്ലേ? അപ്പൊ കീരിയല്ല എന്തോ തിന്നും. നിനക്ക് തന്നില്ലേ? ഇന്നലെ പറഞ്ഞുകൊണ്ട് കൊണ്ട് വെച്ചാൽ അല്ല 10 അവിടെ തന്നെ അടക്കുമായിരുന്നു. 8 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ എടുത്തോണ്ട് വന്നില്ല. 2 എണ്ണം ഉള്ളു. ഇന്നലത്തെ 3 കുറവൊന്നുമില്ല. ഉണ്ടോ? പക്ഷെ എന്നാ തോട് കാണണ്ട അവിടെ. തിന്നാ തോട് കാണൂടി. തോട് കെട്ടന്മാര് വലിച്ചു കുടിക്കുക. തിന്നൊന്നുമില്ല. അതിന് ഞാൻ ചെയ്യുന്നേ. നിന്നോട് ആശുപത്രി പോകാൻ പറഞ്ഞല്ലേ ഞാൻ? ചെറിയനോട് പറ. ഓട്ടോ ഇങ്ങോട്ട് പുള്ളി വരും. പറ. ആ പുള്ളി ആശുപത്രി കൊണ്ടുവന്നിനെ. എന്നാ നീ ഇവിടെ ഇരിക്കുക. കൊച്ചിനെ നോക്കി ഞാൻ നിന്റെ കൈയും കൊണ്ട് ആശുപത്രി പോയിട്ടരാം. നിന്റെ കൈങ്ങിയാ? ഞാൻ അതുമായിട്ട് ആശുപത്രി പോയിട്ടരാം. നീ ആ ചെറിയ ചേട്ടനെ വിളിച്ചോണ്ട് ആശുപത്രി പോടി. പുള്ളി വരും. പുള്ളി ആ ഡോക്ടർ പുള്ളിക്ക് അവിടെ നല്ല പിടുത്തോളാം. നീ ഏതായാലും ആശുപത്രി പോകത്തില്ല. നല്ലൊരു ഗവൺമെന്റ് ആശുപത്രി ഇല്ല ഇവിടെ. സൂപ്പർ ഗവൺമെന്റ് ആശുപത്രി. അത് നേരത്തെ പോണായിരുന്നു. രാവിലെ വേദന ഉണ്ടായിരുന്നല്ലോ. എന്നാ നാളെ പോക്കോ നാരായണയും കൂട്ടി. നിന്റെ വർത്താനം കേൾക്കുമ്പോ തന്നെ എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു. എന്നാ കൈ മേടിയിട്ട് നമുക്ക് കൊണ്ടുപോയി കിട്ടുകൂടാ ആശുപത്രി. എന്നാ നിൽക്കുന്നേ? വീട്ടിൽ പോകാൻ നമുക്ക്. ഒരു ലോഡ് ലിഫ്റ്റിക്ക് വിട്ടുകൊണ്ട് നടന്നോളും. പെൻഷനൊക്കെ പറഞ്ഞു എത്ര നേരം കൊണ്ട് അതിന്റെ എല്ലാം ശരിയാക്കി. ചുമ്മാ അവിടെ കൊടുത്താൽ പോരായിരുന്നു. അവരവിടുന്ന് എല്ലാം ശരിയാക്കി ആ പേപ്പർ കൊണ്ടുവന്ന് നേരെ കൊണ്ട് പഞ്ചായത്തിൽ കൊണ്ടുപോകും. കൊടുത്തോ? മെമ്പറിനെ വിളിച്ചു പറഞ്ഞോ? ആരും വിളിച്ചൊന്നും പറഞ്ഞില്ല. നേരെ കൊണ്ട് അവിടെ തന്നെ കൊണ്ട് പെൻഷന്റെ ആളിപ്പുണ്ട്. അവിടെ കൊണ്ട് കൊടുത്ത് അവരത് എല്ലാം സെറ്റ് ചെയ്തു. എല്ലാത്തിനും കോപ്പി വേണമെന്ന് പറഞ്ഞ് എല്ലാം കോപ്പി എല്ലാം എടുത്ത് എല്ലാത്തിന്റെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പെർമനന്റ് ആയിട്ടല്ലല്ലോ എഴുതിയേക്കുന്നത് പറഞ്ഞേ. നമ്മളല്ല 12 വയസ്സിനെ കൊടുക്കണം. 12 വയസ്സിന് ശരിയാക്കണം കേട്ടോ. അല്ല ഇതിന് ഉണ്ടാവത്തില്ല എന്ന് പറയുന്നത്. അത് ഇവിടെ പെർമനന്റ് ആയിട്ടല്ല. ഇവിടെ പോയി ചിലപ്പോൾ 12 വയസ്സ് ചിലപ്പോൾ ശരിയാവും പറഞ്ഞു ഡോക്ടർ. അതുകൊണ്ട് അതുവരെ ഉള്ളൂ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഒന്നും കൊണ്ടുവരത്തില്ല. എല്ലാം ഇതിനകത്തിരിപ്പുണ്ട്. എടുത്തു തന്നോ. നിന്റെ കൈ എന്നൊന്നും ചേച്ചി മഞ്ഞൾ തേക്കാൻ വേണ്ടി തേച്ചില്ല. നീ ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. ഒന്നും അല്ല പിന്നെ അതിന്റെ സാരല്ല. എനിക്ക് നടന്നു പോകുന്ന ഇഷ്ടം. കൊച്ചും വലുതൊക്കെ കൊച്ചൊക്കെ കഴിച്ചു. ഇപ്പൊ സമയനായി. അപ്പൊ അവള് കഴിച്ചത് ഒരു 1 മണിയാ 1:30 കണ്ടപ്പോഴാ. ഇല്ല. അടുത്ത് വെള്ളം കുറവാണല്ലോ ആറ്റി. ഹായ്.
ഒരു പൂച്ചയും കൂടില്ലേ? അതെ. ഓടുവോ? എന്നിട്ട് അങ്ങനെ ഓടിയില്ലോ. സൂപ്പർ. കാന്താരി അവിടെ ഇഷ്ടം പോകുന്നുണ്ട്. എവിടെയാ വരുന്നേ? ഫോണിലാണോ? ആ. പോവാന്നോ? ആ ശരിയായി. അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ് പോയത്. അവിടെ ടി വി കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ പുതിയ ടി വി മേടിച്ചു. അപ്പോൾ അമ്മയുടെ ഗൂഗിൾ ടി വിയാണ്, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോയതാണ്. ഏട്ടേക്കാം. 500 മതിയല്ലേ? 1000 എന്നല്ല പറഞ്ഞേ. ഓക്കെ ശരി. ഞാനിത് ഇങ്ങോട്ട് വന്നു അല്ലേ? ഇവിടെ അലമ്പായിരിക്കും. ഇവിടെ സാധനം കൊണ്ടുവരാൻ പറ്റുന്നേ. ലൈറ്റൊന്നും ഇടാതെ ഒന്നും അറിഞ്ഞില്ലേ ഞാൻ വന്നത്? അതോ മൈൻഡ് ചെയ്യത്തണോ? എന്നാ ഇപ്പോഴാണോ? ആരുടെ പാട്ട് വെക്കുന്നു അവിടെ? അല്ല പൊന്നിനോടാണ്. പൊന്നിയും ചെറുക്കണം.
എന്താ മേടിച്ച കയ്യില് അവര് എന്താ മേടിച്ചേ അവിടുന്ന് ഓട്ടോ വിളിച്ചവരുടെ വണ്ടിക്കൂലി പൈസ മതിയില്ല ലാഭം. അതെനിക്കറിയില്ല, അതിന് ചോദിക്കണം. പപ്പ ഇതിനെ തന്നെ മേടിച്ച വിശക്കുന്നു ഇതിനകത്ത് അതിനകത്ത് ഇതിനകത്ത് അവിടെ പഴമാണ് മേടിച്ചത്, വേറൊന്നും മേടിച്ചില്ല. എന്താ അവിടെ ഇരിപ്പുണ്ട്. മേടിച്ചൊന്നുമില്ല. എവിടെ ആര്? ഓ, ഞാൻ ഇവിടെ വന്ന് അണ്ണൻ്റെ കടയിൽ നിന്ന് മേടിച്ചു. ഇങ്ങനെ പോലും വെക്കത്തില്ല, രണ്ടും കൂടെ അടുപ്പിക്കത്തില്ല. ഇത് എന്നെ സംഭവിച്ചെന്ന് അറിയത്തില്ലേ? ഒരു വൃത്തമില്ല. കുത്തിയത് ഒരു പാടും കാണുന്നില്ല, കുത്തിയതായിട്ട് എനിക്ക് അറിയത്തില്ല. ഇന്നലെ ഉണ്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ തൊട്ട് വേദന ഉണ്ട്, ഇന്നലെ ഉച്ച തൊട്ട്. അല്ല അങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ തീരെ വെക്കണ്ടേ? അത് നിർബന്ധമില്ല, കടിച്ചതായിരിക്കില്ല ചിലപ്പം, പുള്ളി തൊട്ടാലും മതി. അത് ഇന്നലെ ആവണ്ടേ, ഇന്നലെ ഉച്ചക്ക് തൊട്ട് ഇതാ പരിപാടി. ഉച്ചക്ക് തൊട്ട് ഇരിക്കുന്ന വേദന ഉണ്ടെന്ന്.